ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെടുത്താൽ അത് വലിയ തോതിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രചരണം BJP നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും UDF നടത്തിയിട്ടുണ്ട്. ഇവരാരാണ് കൂടുതൽ നടത്തിയതെന്ന് മാത്രമേ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുള്ളൂ. അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഉയർത്തുന്നതിനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇതിൽ വ്യക്തമാകേണ്ട കാര്യം ഇതിനോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമീപനമാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നാൽ അതെവിടെയായാലും ആ തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പൊതുവായ നിലപാട്. ഇവിടെയും അതുതന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേക അന്വേഷക സംഘം വരിക എന്നതിനോട് സംസ്ഥാന സർക്കാരിനും പൂർണ്ണ യോജിപ്പാണ് ഉണ്ടായിരുന്നത്. ഹൈക്കോടതി പ്രത്യേക അന്വേഷക സംഘത്തെ നിയോഗിക്കുന്ന നിലയുണ്ടായപ്പോൾ അതിനെ പൂർണ്ണമായി പിന്താങ്ങുന്ന അവസ്ഥയാണ് സർക്കാർ സ്വീകരിച്ചത്. ആ പ്രത്യേക അന്വേഷക സംഘം ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഈ പ്രത്യേക അന്വേഷക സംഘം വന്ന ഉടനെ തന്നെ അത് ശരിയാവില്ല, ആ അന്വേഷക സംഘം അന്വേഷിച്ചാൽ പോരാ, അത് CBIക്ക് വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരെന്ന് പറഞ്ഞാൽ പ്രത്യേകമായി UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ആവശ്യം ഉന്നയിക്കുന്ന സ്ഥിതി വന്നു. പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? വളരെ ഫലപ്രദമായി ആ അന്വേഷക സംഘം പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അവർ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. അത് നമ്മുടെ അന്വേഷണം ഇനിയും അതിൻ്റെ വഴിക്ക് മുന്നേറട്ടെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഇത് പൊതുവെ ജനസമൂഹം നല്ല രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത്. അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ. ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം. ആ പന്തളത്തെ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരത്തെ BJPയുടെ കയ്യിലായിരുന്നു. ഇത്തവണ BJPക്ക് നഷ്ടപ്പെട്ടു. ഈ ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDFനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJPയുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ലല്ലോ. അത് LDFന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്നത്. LDF ആണല്ലോ അവിടെ BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രദേശം എടുത്താൽ കൊടുങ്ങല്ലൂർ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ആ നഗരസഭ നല്ല രീതിയിൽ BJP ജയത്തിനടുത്തെത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. ഒരു സീറ്റിൻ്റെ വ്യത്യാസമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും ജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇത്തവണ അവരാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൈപ്പിടിയിലെടുക്കും എന്നായിരുന്നു അവർ സ്വീകരിച്ച നില. പക്ഷേ കൈപ്പിടിയിൽ കിട്ടിയില്ലല്ലോ. LDF നല്ല നിലക്ക് മുന്നേറിയല്ലോ. അതല്ലേ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രത്യേക പ്രശ്നം വല്ലാതെ LDFനെ ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല. അതാണ് കാണേണ്ടത്. മറ്റൊട്ടേറെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ BJPയുടെ കയ്യിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ LDF ആണ് അവിടെ ഭരിക്കുന്നത്. LDFനാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പൊതുവായ സ്ഥിതി ഇതാണെന്ന് കാണണം. എന്നാൽ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് നിന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതാണ് പാലക്കാട്. BJP ആയിരുന്നു നേരത്തെ അവിടെ
കോൺഗ്രസ്സാണ് പ്രധാന പ്രതിപക്ഷം. അവിടെ ഇത്തവണയും BJPക്ക് തന്നെ ജയിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ്സിന് അവിടെ ഈ പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടും മുന്നേറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് BJPയെ നേരിടുന്നതിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് LDF ആണ് എന്നാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത്. നല്ല രീതിയിൽ BJPയെ സംസ്ഥാനത്താകെ അവർ കൈവശം വെച്ചിരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പരാജയപ്പെടുത്താൻ LDFന് കഴിഞ്ഞിരിക്കുന്നു. അത് വെച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക നിഗമനത്തിലെത്താൻ കഴിയില്ല. ഇത് ശബരിമലയുടെ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന നില കാണാൻ കഴിയില്ല. വ്യത്യസ്ത കാരണങ്ങളുണ്ടാവും. അതും ചിലപ്പോൾ ഒരു കാരണമായിട്ട് കാണാൻ സാധിച്ചേക്കും ചിലയിടങ്ങളിൽ. തിരുവനന്തപുരം നഗരസഭയിൽ BJP മുന്നേറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. LDFന് ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിൽ ഇരിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനം, അതും തലസ്ഥാന നഗരത്തിൽ തന്നെ അവർക്ക് വേരുറപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പൊ ശബരിമല അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ ഭരണമാണോ അതോ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും വികാരമാണോ? എന്താണ് ഇവിടെ പ്രതിഫലിച്ചത്? അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞത് BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയേണ്ട ഒരു വിഷയമാണല്ലോ ശബരിമല. ആ പ്രചരണം എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്തു കാണിച്ചത്. ഇവിടെ തിരുവനന്തപുരത്തുണ്ടായത് വളരെ പ്രത്യേകതയാർന്ന നിലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിലുള്ള വോട്ടിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഇവിടെയുള്ള ചില നേതാക്കൾ വിശകലനം ചെയ്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രാദേശികമായി ഒന്നിച്ചണിനിരക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ UDFും BJPയും തമ്മിൽ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയത് അത്യന്തം അപകടകരമായ വർഗീയ രാഷ്ട്രീയമാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ LDFനാണ് ശരിയായ രീതിയിൽ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചില പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തു എന്നുള്ളത്. കുളനട, ചെറുകോൽ, കള്ളിക്കാട്, കരവാരം, കല്ലുവാതുക്കൽ, കവിയൂർ, കോടന്തുരുത്ത്, ഇതൊക്കെ LDF BJPയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഇപ്പോൾ കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോഴും LDF തന്നെയാണ്. ശതമാനക്കണക്കിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 12ഓളം സീറ്റുകളിൽ 60 വോട്ടിനാണ്, 60ൽ താഴെ വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. അതിൽ BJP ജയിച്ച 26 വാർഡുകളിൽ UDFന് 1000ൽ താഴെ വോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അത് സാധാരണക്ക് അങ്ങനെ വരേണ്ടതല്ല. 26 വാർഡുകളിൽ UDFൻ്റെ വോട്ട് 1000ൽ താഴെ പോയി. ഇത് BJP ജയിച്ച സീറ്റുകൾ. ഇനി UDF ജയിച്ച 11 സീറ്റുകളുണ്ട്. ആ 11 സീറ്റുകളിൽ BJPക്ക് 1000ൽ താഴെയാണ് വോട്ട്. അപ്പോൾ എന്തോ ഒരു നീക്കുപോക്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുക. ഒരു പരസ്പര
സഹകരണ മുന്നണിയായി BJPയും UDFും പ്രത്യേകിച്ച് കോൺഗ്രസും മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. നേരത്തെയും അത്തരം ചില കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു വന്ന പരാതികളാണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് LDF തന്നെയാണ്. ഇത് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ മറ്റു ചില വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടാവും. ആ പരിശോധന LDF നടത്തുക തന്നെ ചെയ്യും. ആ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് സാധാരണഗതി വിമർശിക്കപ്പെടില്ലായിരുന്നു. പക്ഷേ അതിനുമുമ്പ് വെള്ളാപ്പള്ളി പറഞ്ഞ അറപ്പുളവാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളുണ്ട്, പ്രസ്താവനകളുണ്ട്. അതുകൊണ്ടല്ലേ അതങ്ങനെ വിമർശിക്കപ്പെട്ടത്? അത് ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പിന് കാരണമാണ്. CM ഒരിക്കൽ പോലും അദ്ദേഹത്തെ തിരുത്തിയില്ല. അതാണ് പാർട്ടി തിരുത്തിയില്ല. വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ്. സാമുദായിക നേതാക്കൾ അവരുടേതായ അഭിപ്രായങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകാറുമുണ്ട്. അതാണ് സാധാരണ നടക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന ഞങ്ങൾ തള്ളി പറഞ്ഞില്ല. ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രചരണത്തിന്റെ ഭാഗമായിട്ടെടുത്താൽ ഇപ്പോൾ കേരളത്തിൽ SIR നടപ്പിലാക്കുന്നത് ഈ കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ മുൻകൈയോടുകൂടിയാണ്. അതിന് മുഖ്യമന്ത്രിയാണ് കാരണക്കാരനെന്ന പ്രചരണം ഇവിടെ ഒരു കൂട്ടം അഴിച്ചുവിട്ടിട്ടില്ലേ? അതിലെന്തെങ്കിലും വസ്തുതയുള്ളതാണോ? ആ പ്രചരണം ബോധപൂർവം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിട്ടിയ ഒന്നാണല്ലോ. ആ പ്രചരണത്തിന്റെ വക്താക്കളായി നിന്നത് ശരിയായ ബുദ്ധി ജമാഅത്തെ ഇസ്ലാമിയുടേതാണെങ്കിലും അതിൻ്റെ പ്രചാരകരായിട്ട് നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരല്ലേ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. അപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. നമ്മൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ.